വീഡിയോയിൽ നമ്മൾ ടോമോഗ്രാഫി എന്താണ്, അതിൻ്റെ 2 ടൈപ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും അറിയിക്കുക. കമൻസ് അറിയിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടത്, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. റേഡിയോഗ്രാഫിയിൽ ഒരു പേഷ്യൻ്റെ സ്ട്രക്ചറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ മാത്രമല്ല, ഒപ്പം ഓവർലൈൻ ആയിട്ടും അണ്ടർലൈൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ അത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ ഓവർകം ചെയ്തുകൊണ്ട് ടോമോഗ്രഫി വന്നത്. ടോമോഗ്രഫിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനാട്ടമീൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സ്ട്രക്ചറിന്റെ സ്ലൈസ് വൈസ് അഥവാ സെക്ഷണൽ ഇമേജ് ആണ് ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ആൻഡ്രി ബൊക്കേജ് ആണ് ടോമോഗ്രഫി എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനാലാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ടോമോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഈ ടോമോഗ്രഫി എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. ലീനിയർ ടോമോഗ്രഫി ഉണ്ട്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അതിൽ ലീനിയർ ടോമോഗ്രഫി എന്താന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിൽ എക്സ്റേ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൽ ഓവർലൈൻ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ലീനിയർ ടോമോഗ്രഫിയിൽ ഈ ഓവർലൈൻ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സിനെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേ ട്യൂബും ഫിലിമും മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എക്സ്റേ ട്യൂബും ഫിലിമും മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അൺഡിസൈർഡ് ഇമേജസിനെ ബ്ലർ ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ് ലീനിയർ ടോമോഗ്രഫി എന്ന് പറയുന്നത്. ഈ ലീനിയർ ടോമോഗ്രഫി സിസ്റ്റത്തിലെ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബ്, എക്സ്റേ ഫിലിം, ഒരു റിജിഡ് കണക്റ്റിംഗ് റോഡ്, ഫിക്സ്ഡ് ഫൾക്രം, ഇതൊക്കെയാണ്. ഇതിൽ ട്യൂബ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫിലിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എക്സ്റേ ടേബിളിന്റെ അടിയിൽ ഒരു ട്രേയിലാണ് ഫിലിം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഫിലിം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഇതിൽ ഫൾക്രം മാത്രമാണ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്, ബാക്കിയെല്ലാം മൂവിങ് ആണ്. ഇതിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ട്യൂബ് ട്രാവൽ മെഷർ ചെയ്യുന്നത് ഡിഗ്രീസിലാണ്. അതിന് ടോമോഗ്രഫി ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിലെ ഫൾക്രം നമ്മൾ പറഞ്ഞു സ്റ്റേഷനറി ആണ്. ഫൾക്രത്തിന്റെ ലെവലിലാണ് നമ്മൾ പേഷ്യന്റിന് പ്ലെയിൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കുന്നത്. അതായത് നമ്മൾ ഏതാണ് പാർട്ട് എന്നുള്ളത് അത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയിൻ മാത്രമേ ഷാർപ്പ് ഫോക്കസിൽ വരുന്നുള്ളൂ. മറ്റ് പോയിന്റ്സ്, അതിന്റെ സറൗണ്ടിങ്ങിലുള്ള പോയിന്റ്സ് ഒന്നും, അല്ലെങ്കിൽ അതിന്റെ മുകളിലോ താഴെയായിട്ടുള്ള എല്ലാ പ്ലെയിനും ബ്ലർ ആവുന്ന പോലെയാണ് നമ്മളിത് എടുക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു ഫിഗറിലൂടെയാണ്. ഈ ഫിഗറിലുള്ള കെ എന്ന് പറയുന്ന പോയിന്റ് എബവ് ദ ഫോക്കൽ പ്ലെയിനും എം എന്ന് പറയുന്ന പോയിന്റ് ബിലോ ദ ഫോക്കൽ പ്ലെയിനും ആണ്. അപ്പൊ എക്സ്റേ ട്യൂബ് മൂവ് ചെയ്യുമ്പോൾ ഫോക്കൽ പ്ലെയിനിൽ എൽ മാത്രമാണ് ഷാർപ്പ് ഫോക്കസിൽ വരുന്നത്. കാരണം ഈ എൽ പോയിന്റ് മാത്രമാണ് ഫിലിമായിട്ട് സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. കെ പോയിന്റ് ഫിലിം മൂവ്മെന്റിനേക്കാളും കൂടുതലായിട്ടും എം പോയിന്റ് എന്ന് പറയുന്നത് കുറവായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 2 പോയിന്റ് ബ്ലർ ആവുന്നത്. ഇതിന് നമ്മൾ പറഞ്ഞ ടോമോഗ്രഫി ആംഗിൾ അഥവാ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ട്യൂബ് ട്രാവൽ ആണ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ള സെക്ഷന്റെ തിക്നെസ്സിന് തീരുമാനിക്കുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് ലോങ്ങർ ആയി കഴിഞ്ഞാൽ സെക്ഷൻ തിന്നർ ആയിട്ട് വരും. ഈ ലീനിയർ ടോമോഗ്രഫിയിൽ ടൈം കൺസ്യൂമിങ്ങും സെക്ഷൻ തിക്നെസ് സെന്റിമീറ്റർ ആയതുകൊണ്ടും പിന്നെ റിപ്പീറ്റ് എക്സ്പോഷർ ഒക്കെ വരുന്നതുകൊണ്ടൊക്കെ ഈ ഒരു ടൈപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ ടോമോഗ്രഫീനെ പറ്റിയുള്ളത്. ടോമോഗ്രഫിയിലെ അടുത്ത, അതായത് 2ാമത്തെ ടൈപ്പാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഇനി നമുക്ക് അത് നോക്കാം. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോമോഗ്രാഫിക് പ്ലെയിന് അല്ലെങ്കിൽ ഒരു സ്ലൈസിനെ മാത്തമാറ്റിക്കൽ റീകൺസ്ട്രക്ഷൻ നടത്താൻ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുന്നത്. ഇതിൽ ഇമേജസിന് നമ്മൾ ട്രാൻസാക്സിയൽ സെക്ഷൻസ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. 1970 സർ ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ് ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ ഇൻവെന്റ് ചെയ്യുന്നത്. ഇതിൽ ഇനീഷ്യലി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്സിയൽ ടോമോഗ്രഫി എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മെഷീൻ എന്ന് പറയുന്നത് ഹെഡിന്റെ സ്റ്റഡിക്ക് വേണ്ടി മാത്രമായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നീടാണ് 1975 ആയപ്പോഴേക്കും അത് മോഡിഫൈ ചെയ്ത് നമ്മുടെ ബോഡിയിലെ എനി പാർട്ട് ഓഫ് ദ ബോഡി സ്കാൻ ചെയ്യുന്ന രീതിയിലേക്കായിട്ട് മാറ്റിയിരുന്നത്. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് CT ഇമേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമേജസ് ക്രോസ് സെക്ഷണൽ ആയിരിക്കും. സ്ട്രക്ചേഴ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് എലിമിനേറ്റ് ആവുന്നുണ്ട്, കാരണം അത് മൂവ് ആവുന്നതുകൊണ്ട്. പിന്നെ നെയ്ബറിംഗ് റീജിയൻസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നോർമൽ റേഡിയോഗ്രാഫിക് ഇമേജസിനെ കാണാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ 10 മടങ്ങായിട്ട് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു CT ഇമേജസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.
റേഡിയോഗ്രാഫിയിലെ മിനിമം കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് 2% ആണെങ്കിൽ CT സ്കാനിൽ 0.1 to 0.3% മാത്രമാണ് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നത്. മെഡിസിനിൽ നമ്മൾ CT യൂസ് ചെയ്യുന്നത് ക്യാൻസർ ഡയഗ്നോസിസ്, ട്രോമ, പിന്നെ ഓസ്റ്റിയോപോറസിസിനൊക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിനും അതുപോലെ സോയിൽ കോർ അനാലിസിസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ടോമോഗ്രാഫീന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ നമ്മൾ ലീനിയർ ടോമോഗ്രാഫി, കമ്പ്യൂട്ടർ ടോമോഗ്രാഫിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പാർട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ ടോമോഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ അടുത്ത പാർട്ടും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ഇന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.